നിറഞ്ഞ കാറുകളുടെ ഇടയിലാണ് ഞാനിന്ന് നിൽക്കുന്നത് അല്ലേ? 2017 മോഡല് S10 ഫുൾ ഓപ്ഷൻ വണ്ടി, 15 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അതാണ് ഹൈബ്രിഡിന്റെ പ്രത്യേകത. ഡീസൽ മാനുവൽ അല്ലേ? ഡീസൽ മാനുവൽ. സിറ്റി കിടപ്പുണ്ടല്ലോ മോഡിഫൈഡ്. സിറ്റി നമുക്ക് അത്യാവശ്യം ഫിറ്റിംഗ്സ് കയറിയേക്കുന്ന വണ്ടിയാണ്. അഡീഷണൽ CNG കയറിയിട്ടുണ്ടെന്നുള്ളൊരു ഇതും കൂടി വരുന്നുണ്ട്. 2022 വണ്ടി ZXi പ്ലസ്. ZXi പ്ലസ് ആണ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. 14 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്ന വണ്ടിയാണ്. ആകെ 26,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇതാണ് ഈ ടിയാഗോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയാണ്. 6 മാസം കൂടുമ്പോൾ ആൾ വന്നു പോണതാണ്. അപ്പൊ അങ്ങനെ ഇതാണ്, അതുകൊണ്ടാണ് ലോ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അറിയാവുന്നതാണ്, ജെനുവിൻ കസ്റ്റമർ തന്നെയാണ്. 3 സിറ്റി ഓട്ടോമാറ്റിക് നമ്മുടെ നിലവിൽ കിടക്കും. 3 സിറ്റിയാണ്. ഏത് വേണമെന്ന് നിങ്ങൾ നമ്മുടെ ഇലക്ട്രിക് യുഗത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ EV ആണ് നീ കിടക്കുന്നത്. പുള്ളിക്ക് പെട്രോൾ വണ്ടിയിൽ 20 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. വണ്ടി കണ്ടീഷൻ ഉണ്ട്. വണ്ടി 4 കടുപ്പുത്തൻ ടയർ എടുപ്പുണ്ട്. പെയിന്റിംഗ് പീസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നല്ല വണ്ടിയാണ്. മെക്കാനിക്കൽ എല്ലാം ബാക്കിയാണ്. സ്വിഫ്റ്റ് വരുമ്പോഴും ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റും. കാര്യം ബഡ്ജറ്റ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഓഫറിൽ നമുക്ക് ഒരു 95 രൂപ നമുക്ക് വണ്ടി കൊടുക്കാം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. നിറഞ്ഞ കാറുകളുടെ ഇടയിലാണ് ഞാനിന്ന് നിൽക്കുന്നത് അല്ലേ? അഫ്സലിക്ക, നമ്മുടെ SA കാറിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മെട്രോ പില്ലർ നമ്പർ 257. മെട്രോ പില്ലർ എന്ന് പറയുമ്പോൾ എറണാകുളമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. എറണാകുളത്ത് കളമശ്ശേരിയിലാണ് ഷോറൂം വരുന്നത്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇതേ കിടക്കണു. ബിഗ് ഡാഡി ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ SUV എല്ലാ വണ്ടികളും കിടപ്പുണ്ട്. അപ്പോൾ വീഡിയോ തുടങ്ങിയാലോ നമുക്ക്? തീർച്ചയായും ഇവിടെ തുടങ്ങാം അല്ലേ? സ്കോർപിയോ ഏതാ മോഡൽ? സ്കോർപിയോ 2017 മോഡല് S10 ഫുൾ ഓപ്ഷൻ വണ്ടി. 1,60,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഫുൾ പക്ക കമ്പനി സർവീസും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഡീസല് ഏകദേശം 13 to 15 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അതാണ് ഹൈബ്രിഡിന്റെ പ്രത്യേകത. ഡീസൽ മാനുവൽ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടി. അപ്പോൾ എത്രയാണ് കൊടുക്കാനായിട്ട്? നമ്മൾ 8 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 8 ലക്ഷം. നമുക്കൊരു 7 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി വിടാം. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി വിടാം. 8 ലക്ഷത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവോ? നമുക്ക് നോക്കാം അല്ലേ? നോക്കണം. അടുത്തൊരു S ക്രോസ് എടുപ്പുണ്ടല്ലോ. S ക്രോസ് വരുന്നത് 2018 മോഡല്, 19 രജിസ്ട്രേഷൻ. S ക്രോസ് ഡെൽറ്റ. പുഷ് ബട്ടണും അലോയ് വീലും അടക്കം വരുന്ന വണ്ടി മോഡലാണ്. ടോപ്പ് എൻഡ് അല്ല, മിഡ് വേരിയന്റ് ആണ്. പക്ഷേ ഇത്ര ഫീച്ചേഴ്സ് അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഏകദേശം 20 മേളിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. 73,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. പെട്രോൾ മാനുവൽ. ഡീസൽ മാനുവൽ. കിലോമീറ്റർ 73,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. വില എത്രയായിരുന്നു? നമുക്ക് 7,15 രൂപ ഫൈനൽ കൊടുക്കാം. 7,15 ഫൈനൽ. ഫിനാൻസ് എത്ര വരെ കയറും? ഫിനാൻസ് നമുക്ക് ഒരു 7 രൂപ വരെ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. സിറ്റി കിടപ്പുണ്ടല്ലോ മോഡിഫൈഡ്. സിറ്റി നമുക്ക് അത്യാവശ്യം ഫിറ്റിംഗ്സ് കയറിയേക്കുന്ന വണ്ടിയാണ്. അഡീഷണൽ CNG കയറിയിട്ടുണ്ടെന്നുള്ളൊരു ഇതും കൂടി വരുന്നുണ്ട് അതിനകത്ത്. പെട്രോൾ വിത്ത് CNG ആണോ? പെട്രോൾ വിത്ത് CNG. സൺറൂഫ്, അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഉണ്ട്. വണ്ടി നീറ്റാണ്. ഇന്റീരിയർ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഇന്റീരിയറും അത്യാവശ്യം ഉണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കയറിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് വിത്ത് CNG. നല്ല മൈലേജ് ഉണ്ടാവും. നമുക്കൊരു 20 മേളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. ഇത് ശരിക്കും വേരിയന്റ് ഏതാ വണ്ടി? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി VX CVT 2015 മോഡല്, 70,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. ഓൺഷിപ്പ് തേർഡിൽ നിൽക്കുന്നതാണ്. ആ ഒരു കുറവുണ്ട്. പിന്നെ CNG അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വെർത്താണ്. നമുക്കൊരു 6,15 രൂപ ഫൈനൽ കൊടുക്കാൻ വേണ്ടി. 6,15. ഇതില് നമുക്കൊരു 5.5 കൊളിച്ച് 6 കൊളിച്ച് തന്നെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 50,000 to 1 lakh നമുക്ക് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് അത്യാവശ്യം എല്ലാ വണ്ടികളും ഇറക്കി വിടാം. കസ്റ്റമർ പ്രൊഫൈൽ ഉണ്ടായാൽ മതി. സിബിൽ സ്കോർ ഉണ്ടായാൽ മതി. 700+ ഒക്കെ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എർട്ടിഗ വരുമ്പോൾ 2022 വണ്ടി. ZXi പ്ലസ്. ZXi പ്ലസ് ആണ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. 14 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്ന വണ്ടിയാണ്. ഇത് ആകെ 26,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. നേവിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്. പുള്ളിക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകേണ്ടി വന്നു. ഇപ്പൊ അതുകൊണ്ടാണ് വണ്ടി കൊടുക്കുന്നത്. എനിക്ക് അറിയാവുന്ന കസ്റ്റമർ തന്നെയാണ്. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഫുൾ പക്ക കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി. ഇത് നമുക്ക് ഫൈനൽ നമുക്ക് 9 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 9 ലക്ഷം. 9 ലക്ഷം രൂപയ്ക്കാണ് കൊടുത്തത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കാണാനൊരു നീറ്റ് ഉണ്ട്. വണ്ടി ആകെ 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്ത്യൻ നേവിയുടെ സ്റ്റിക്കർ ഒക്കെ ഉണ്ട്. കസ്റ്റമർ പൊളിച്ചളയണമെന്ന് പറഞ്ഞതാണ്. ഞാൻ പിന്നെ അത് ഡെലിവറിക്ക് മുമ്പായിട്ട് പൊളിച്ചളയാന്ന് വിചാരിച്ചാണ്. അറിയാലോ അത്. ഇത് പെട്രോൾ ആണോ? പെട്രോൾ 1.5 എഞ്ചിനിൽ നിൽക്കുന്ന വണ്ടി. മാനുവൽ. ഏകദേശം 13 കിലോമീറ്റർ റേഞ്ച്, 13 to 15 വരെ നമുക്ക് മൈലേജും കിട്ടും. അടുത്ത് വരുന്നത് നമുക്ക് ടാറ്റ ടിയാഗോ 2017 മോഡല്,
17 മോഡല് XZ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അന്ന് ആ ടൈമിൽ അലോയ് വീൽ വരുന്നില്ല. 18 തൊട്ടാണ് ഫുൾ ഓപ്ഷനിൽ അലോയ് വീൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 30 ചില്ലാനം കിലോമീറ്റർ കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി. ഇതിന് നമുക്ക് റീപ്ലേസ്മെന്റ് വരുന്നത് ഡിക്കി റീപ്ലേസ്മെന്റ് വരുന്നത്. ഫുൾ കമ്പനി സർവീസ് ആണ്. 31,000 കിലോമീറ്ററിൽ നിൽക്കുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇല്ല മേജർ ഒന്നുമില്ല. ഡിക്കി റീപ്ലേസ്മെന്റ് ഷോറൂമിൽ തന്നെ ഹിസ്റ്ററിയുണ്ട്. അല്ലാതെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലിൽ 3,400,000 രൂപ വണ്ടി കൊടുക്കാം. 3,25,000 രൂപ കൊടുക്കാം. ഫിനാൻസ് നമുക്ക് ഒരു 3 രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 3 ചിലപ്പോൾ 3,400,000 കിട്ടും കസ്റ്റമർ. നമുക്ക് ഇറങ്ങി പോകുന്ന വണ്ടിയാണ്. നമുക്ക് ചെയ്തു പോകാം. ടാറ്റയുടെ വണ്ടിയാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. വീണ്ടും സിറ്റി ഇതാണ്. ഈ ടിയാഗോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയാണ്. 6 മാസം കൂടുമ്പോൾ ആൾ വന്ന് പോണതാണ്. അപ്പൊ അങ്ങനെ ഇതാണ്. അതുകൊണ്ടാണ് ലോ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. അറിയാവുന്നതാണ്. ജെനുവിൻ കസ്റ്റമർ തന്നെയാണ്. സിറ്റി വരുമ്പോൾ നമുക്ക് 2015 VX CVT ഫുൾ ലോഡ് വണ്ടി തന്നെ. പെട്രോൾ വണ്ടി. ഇത് വരുമ്പോൾ നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. 70,000 കിലോമീറ്റർ സർവീസ് കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ ഉണ്ട്. എല്ലാം പക്ക. പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് സൺറൂഫ് അടക്കം വരുന്ന വണ്ടി. ഫുൾ ലോഡ് വണ്ടി. ഏകദേശം ഒരു 12 മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണല്ലേ. ഓട്ടോമാറ്റിക്കലി ലോങ് ഒക്കെ പോയാണെങ്കിൽ ഒരു 15 വരെ മാക്സിമം. എത്ര വില വരുന്നത്? ഇത് നമുക്ക് ഫൈനൽ 6,60,000 വണ്ടി കൊടുക്കാൻ പറ്റും. 6,60,000 വണ്ടി കൊടുക്കാം. അതായത് 6 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 6,500,000 വരെയും ചിലപ്പോൾ കിട്ടും. എന്നാൽ 6 രൂപ എന്തായാലും പറഞ്ഞു നമുക്ക് ചെയ്ത് കൊടുക്കാം. നല്ല ട്രാക്കുകളാണെങ്കിൽ 10 രൂപ അടച്ചാൽ വണ്ടി ഇറക്കാൻ പറ്റും. വീണ്ടും എർട്ടിക വരുമ്പോൾ 2020 മോഡല് VXI നിൽക്കുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. 50 ചില്ലാനം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. അപ്പൊ വില ഇത് നമുക്ക് ഫൈനൽ നമുക്ക് 8,15 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 8,15 ലക്ഷത്തില് നമുക്ക് എത്ര അടക്കേണ്ടി വരും? ആദ്യം നമുക്ക് ഒരു 8 രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 8 രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്തത് ഒരു i20 ആണല്ലോ സെറ്റപ്പ് വണ്ടി. i20 ഫുൾ ഓപ്ഷൻ വണ്ടി. i20 ആസ്ത വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്. സൺറൂഫ് അടക്കം വരുന്നത്. പുഷ് ബട്ടൺ അലോയ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. ഡ്യുവൽ ടോൺ ആണ് വണ്ടി നിൽക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. 70,000 കിലോമീറ്റർ കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനലി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് ഫൈനലി നമുക്ക് 7 lakhs വണ്ടി കൊടുക്കാൻ പറ്റും. 7 lakh 7 lakhs നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. 7 ലക്ഷം നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം. ഏകദേശം അത്യാവശ്യം 8 രൂപ മേളിൽ മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്. സിറ്റി വീണ്ടും സെയിം തന്നെ. 2015 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 70,000 കിലോമീറ്റർ സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ള VX CVT തന്നെ നിൽക്കുന്നു. ഇത് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ 6,60,000 ഇതും ഫൈനൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് 6,60,000 ഫൈനൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് വരുമ്പോ സിംഗിൾ ഓണർഷിപ്പ്. മറ്റേ വരുമ്പോ സെക്കൻഡ് ഓണർഷിപ്പ്. CNG വന്ന വണ്ടി വരുമ്പോൾ തേർഡ് ഓണർഷിപ്പ്. 3 സിറ്റി ഓട്ടോമാറ്റിക് പമ്പടയിൽ നിലവിൽ കിടക്കും. 3 സിറ്റിയാണ്. ഏത് വേണമെന്ന് നിങ്ങൾ ഹോണ്ടയുടെ വീണ്ടും ഒരു ഇത് ജാസ് CVT വരുന്നത് 2015 മോഡൽ വണ്ടിയാണ്. ഇത് വരുമ്പോൾ നമുക്ക് 4,60,000 ഫൈനൽ കൊടുക്കാൻ പറ്റും. 4,60,000. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. 80,000 കിലോമീറ്റർ കമ്പനി സർവീസിലേക്ക് വണ്ടി. കമ്പനി സർവീസിലേക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അടുത്തത് നെക്സോൺ. അടുത്ത നമ്മുടെ ഇലക്ട്രിക് യുഗത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ EV ആണ് നീ കിടക്കുന്നത്. 2022 മോഡല് ഫുൾ ലോഡ് വണ്ടി. 20 ലക്ഷം രൂപ ഓൺ റോഡ് വന്ന വണ്ടിയാണ്. റെഡി ക്യാഷ് മേടിച്ച കസ്റ്റമറാണ്. ലോൺ പോലും ഇല്ലാതെ എടുത്താണ് വണ്ടിയാണ്. 11,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 5 വർഷത്തേക്ക്, അതായത് 3 വർഷത്തെ കമ്പനി വാറന്റി നിലവിൽ നിൽപ്പുണ്ട്. ഈ വർഷം ലാസ്റ്റ് വരെ നമുക്ക് കമ്പനി വാറന്റി ഉണ്ട് വണ്ടിക്ക്. അതുകൂടാതെ 2030 വരെ നമുക്ക് ബാറ്ററി വാറന്റി വരുന്നുണ്ട്. 8 വർഷമാണ് ടാറ്റയുടെ ബാറ്ററി വാറന്റി വരുന്നത്. ഇതുവരെയും വണ്ടിക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും സ്റ്റെറിയിൽ റെക്ടിഫൈ ഒന്നും കാണിച്ചിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. വണ്ടി ലോങ് റേഞ്ച് ആണ് കാണിക്കുന്നത്. 400+ കിട്ടുന്നതാണ്. നമുക്ക് എങ്ങനെ പോയാലും ഒരു 300-350 അപ്പൊ എങ്ങനെയായാലും നമുക്ക് കിട്ടും. അപ്പൊ വില എത്ര? ഇത് നമുക്ക് വരുമ്പോ ഫൈനലി നമുക്ക് 12 രൂപ കസ്റ്റമർ കൊടുക്കാം. 12 രൂപ കൊടുക്കാം. ഞാൻ ഇതിന്റെ തന്നെ പ്രൈം ചെയ്തിട്ടുണ്ട്. 21 മോഡല് 30,000 കിലോമീറ്റർ ഓടിയ പ്രൈം ചെയ്തിട്ടുണ്ട്. അത് 300 ചില്ലാനം റേഞ്ചിന്റെ ആണ്. ഏകദേശം കസ്റ്റമർക്ക് 250 വരെയും കിട്ടുന്നുണ്ടായിരുന്നു. ഡാർക്ക് എഡിഷൻ ആയിരുന്നു. ലെക്സ് തന്നെ ഫുൾ വണ്ടി. അത് നമ്മൾ വിറ്റത് 11,300-നാണ്. അപ്പൊ അതിന് 25 രൂപ കൂടുതൽ കൊടുത്തതിനെ കസ്റ്റമറിനെ സംബന്ധിച്ച് ലോങ് റേഞ്ചും കിട്ടും. അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ്. അത് 11,000 കിലോമീറ്റർ ആയിക്കോട്ടുള്ള ഒരു കൊല്ലം മോഡലും കൂടുതൽ കിട്ടി. അണ്ടർ വാറന്റിയിൽ നിൽക്കുന്ന വണ്ടി. ഇതിലിപ്പോ എത്ര ഫിനാൻസ്? ഫുൾ അല്ല, നമുക്ക് ഇതിനൊരു 10 ലക്ഷം രൂപ. EV വണ്ടികൾക്ക് 80% നമുക്ക് ലോൺ കയറും. മറ്റു വണ്ടികൾക്ക് 95-100 കയറുമ്പോൾ ഈ EV വണ്ടികൾക്ക് നമുക്ക് 80% കയറും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ പോയാലും ഒരു 10 ലക്ഷം രൂപ നമ്മ പറഞ്ഞാൽ മതി. 10 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. ഇറക്കാൻ പറ്റും. 13 മുതലൊക്കെ ഫിനാൻസ് കിട്ടുന്നത്. 13 മേളിലോട്ടാണ് നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത്. 3 വർഷം മുതൽ 5 വർഷം വരെ മോഡൽ അനുസരിച്ച് ചെയ്യാൻ പറ്റും.
അടുത്തത് ഇത് നമുക്ക് ഫിയസ്റ്റ സെഡാനിൽ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. ഫിയസ്റ്റ ഗ്ലോബൽ ഫിയസ്റ്റ 2012 മോഡൽ വണ്ടി. 70,000 താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് വരുമ്പോ ഫൈനലിൽ നമുക്ക് ഒരു 2,40 വണ്ടി കൊടുക്കാൻ പറ്റും. 2,40,000. ഫിനാൻസ് ഞാൻ പറയില്ല. ഫിനാൻസ് നമുക്ക് ചെയ്യും ഈ പറഞ്ഞ പോലെ. എല്ലാ ബാങ്കുകളും ചെയ്യൂല. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അങ്ങനെ എന്തിലേക്ക് കിട്ടുള്ളൂ. ഫോർഡ് ആണെങ്കിലും നിർത്തിപ്പോയ ബ്രാൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും നല്ല ബ്രാൻഡുകൾ ബാങ്കുകളൊന്നും ചെയ്യും. റെഡി ക്യാഷ് കൊണ്ടുവന്ന വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതിന് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടി. അടുത്ത വെന്യൂ വരുന്നത് പെട്രോൾ 2022 മോഡൽ വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. കസ്റ്റമർ ഇവിയിലോട്ട് കസ്റ്റമറിന് അത്യാവശ്യം ആഴ്ചയിൽ ഹരിപ്പാട് ടു കൊച്ചി ആഴ്ചയിൽ 3 പ്രാവശ്യം വന്നു പോകുന്ന കസ്റ്റമറാണ്. പുള്ളിക്ക് പെട്രോൾ വണ്ടിയിൽ 20 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പുള്ളി അതേപോലെ യൂസ് ചെയ്തിട്ടായിരിക്കും. പുള്ളിക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ട്. അതുകൊണ്ട് പുള്ളി ഇപ്പൊ നേരെ ഇവിയിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. പുള്ളിക്ക് അതിനുള്ള ഓട്ടം ഉണ്ട്. ആഴ്ചയിൽ 3 പ്രാവശ്യം കൊല്ലം ടു കൊച്ചി വന്നു പോകുന്ന പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഓട്ടം വരും. അപ്പൊ ആ ഒരു കാരണത്താല പുള്ളി കൊടുക്കുന്നത്. പുള്ളി വണ്ടി നല്ല വണ്ടിയാണ്. പുള്ളിക്ക് 20 മൈലേജ് കിട്ടുന്നുണ്ട്. പെട്രോള് 1.2 എഞ്ചിനിൽ ഹുണ്ടായുടെ വണ്ടിക്ക് ഈ മൈലേജ് എന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് ആണ്. ഇത് ഏതാ വേരിയന്റ് വരുന്നത്? ഇത് എസ് മിഡ് വേരിയന്റ് ആണ്. എസ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഫൈനൽ 6,500 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. 6,500. ഇത് എത്ര ഓടിയുണ്ട് വണ്ടി? ഇത് 70,000 കിലോമീറ്റർ. 6,500 നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം. ഫുൾ ഫിനാൻസ് 6,7 വരെ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. 2022 മോഡലാണ്. ഒരു 3 കൊല്ലം പഴക്കം നിൽക്കുന്നുള്ളൂ വണ്ടി. അടുത്തത് ഒരു സാൻഡ്രോ വരുമ്പോ 2010 മോഡലാണ്. 90,000 കിലോമീറ്റർ ഓടിയേക്കണ വണ്ടി. ഇത് നമുക്ക് ഫൈനൽ നമുക്ക് ഓഫർ റേറ്റ് ആയിട്ട് ഒരു 1,400 രൂപ വണ്ടി കൊടുക്കാം. 1,400. വണ്ടി കണ്ടീഷൻ ഉണ്ട്. വണ്ടി 4 കടുപ്പുത്തൻ ടയർ എടുപ്പുണ്ട്. പെയിന്റിംഗ് പീസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നല്ല വണ്ടിയാണ്. മെക്കാനിക്കൽ എല്ലാം ബാക്കിയാണ്. റീപ്ലേസ്മെന്റുകൾ എന്തെങ്കിലും ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഉണ്ട്. റീപ്ലേസ്മെന്റ് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് വരും. വിൻഷീൽഡ് മാത്രം, അല്ലാതെ വേറെ ബോണറ്റോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോ ഓടിക്കാൻ അത്രേ ഉള്ളൂ. അപ്പൊ വില നമുക്ക് 1,25 ഫൈനൽ കൊടുക്കാം. 1,25 ഫൈനൽ കൊടുക്കാം. അടുത്തൊരു സ്വിഫ്റ്റ് വരുമ്പോഴും ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റും. കാര്യം ബഡ്ജറ്റ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഒരു 1,10 വണ്ടി ഇറക്കി വിടാം. ഏതാ മോഡൽ? 2005 മോഡൽ LXi 1,20 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. കണ്ടീഷൻ വലിയ കുഴപ്പമില്ല. നമുക്ക് പിന്നെ മോഡൽ കുറഞ്ഞ വണ്ടികൾക്ക് നമുക്ക് ഒരു ഗ്യാരണ്ടി വാറന്റി നമുക്ക് പറയാൻ പറ്റൂല. എന്നാലും നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ നല്ല വണ്ടികളാണ്. പിന്നെ ഫ്ലഡ് ഉണ്ടാവില്ല. കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കും. മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല. പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ വക ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ വരുത്തൂല. കസ്റ്റമർക്ക് ധൈര്യപ്പെട്ടു വരാം. പെയിന്റിംഗ് ഉണ്ട്. പെയിന്റിംഗ് എന്തായാലും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ള റേറ്റ് ചോദിച്ചിട്ടുള്ളൂ. 1,10 സ്വിഫ്റ്റ് കിട്ടാന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇതല്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു 95 ഒരു ഓഫറിൽ ചെയ്തായിരുന്നു. നല്ല രീതിയിൽ തന്നെ പോയായിരുന്നു. വീഡിയോ ഇട്ടപ്പോ തന്നെ പോവുകയും ചെയ്തു. ഇത് നമുക്ക് ഓഫറിൽ നമുക്ക് 95 രൂപ നമുക്ക് വണ്ടി കൊടുക്കാം. 95 രൂപ 2006 മോഡല് 7 ഷേപ്പിൽ വരുന്ന വണ്ടി. 2006 ലാസ്റ്റ് ആണ്. 7 ഷേപ്പിൽ ന്യൂ ഷേപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. നമുക്ക് വാഗണർ നമുക്ക് ഈ പറഞ്ഞ പോലെ 95 രൂപ കൊടുക്കാം. ഓൺഷിപ്പ് ഉണ്ട്. ഓൺഷിപ്പ് 5ാമത്തെ ഓണർ ആയിട്ടുണ്ട്. എന്നാലും കിലോമീറ്റർ 92 ഓടിയിട്ടുണ്ട്. പേപ്പർ നമുക്ക് അടുത്ത വർഷം വരെ ഉണ്ട്. അടുത്ത വർഷം ലാസ്റ്റ് വരെ 2026 ലാസ്റ്റ് വരെ നമുക്കുണ്ട്. അപ്പൊ 95 രൂപ മുതൽ വണ്ടികൾ നമുക്ക് കിടപ്പുണ്ട്. ഒരു വണ്ടി പുറത്തിറപ്പുണ്ടല്ലോ. ഒരെണ്ണം കൂടി കിടപ്പുണ്ട്. അതിപ്പോ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൂ. നമുക്ക് ഇങ്ങോട്ട് കയറ്റിയ സ്ഥലമില്ലാത്തതുകൊണ്ട് മാത്രം ഇട്ടേക്കുന്നതാണ്. റോഡ് സൈഡിലായതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം വണ്ടികൾ. ഇത് വരുമ്പോ 2015 മോഡലാണ്. 2015 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ ഹുണ്ടായിലെ സർവീസ് മാനേജറുടെ വണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പാർക്കൻസയിൽ മേടിച്ചിട്ടേക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നോണ്ടാണ് പുറത്തിട്ടേക്കുന്നത്. ഇത് വരുന്നത് സ്പോർട്സ് സീറ്റ് എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർ, പക്ക കമ്പനി സർവീസ്. പുതിയ ക്ലച്ചും കാര്യങ്ങളെല്ലാം. കാര്യം പുള്ളി മാനേജർ ആയതുകൊണ്ട് എല്ലാ ഫുൾ സർവീസ് എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ്. അപ്പൊ എത്രയാണ് കൊടുക്കണം? ഇത് നമുക്ക് ഫൈനൽ നമുക്ക് 2,45 രൂപ കൊടുക്കാം. 2,45. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്ക് 2,45 ഫിനാൻസ് ഇട്ട് കൊടുക്കാം. 2,45 ഫിനാൻസ് ചെയ്യാം. അപ്പൊ ഇത്രയും വണ്ടികളാണുള്ളത്. അതെ. ഇവിടെ ഞങ്ങളുടെ ഡേഞ്ചർ സോണിൽ നിന്ന് മാറി ഷോറൂമിലോട്ട് പോവാം. അപ്പൊ ഇനി ഏതൊക്കെ വണ്ടിയൊക്കെ വരാനുള്ളത്? നമുക്കിനി അത്യാവശ്യം വണ്ടികൾ കയറാനുണ്ട്. ഇനിയിപ്പോ മാസം ആദ്യം തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് അത്യാവശ്യം വണ്ടികൾ ഇനി വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ വണ്ടി കയറാനുള്ള സ്ഥലമില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കച്ചവടം വളരെ മോശമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവർക്കും. എന്നാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോ ഇന്നത്തെ വണ്ടിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കമന്റ് വന്നായിരുന്നു കൺവിൻസിംഗ് സ്റ്റാർ. പുള്ളി നല്ല രീതിയിൽ കാര്യങ്ങൾ പറയും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ കമന്റ് വന്നത്. ഒരു ഫീൽഡിലേക്കും അത് വേണമല്ലോ അല്ലെ? തീർച്ചയായും. നമ്മളിപ്പോ 2010 തൊട്ട് ഈ ഫീൽഡിലുള്ളതാണ്. അപ്പൊ അതിന്റേതായ നമുക്ക് ഒരു കഴിവ് സ്വാഭാവികമായിട്ടും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണുള്ളത് വന്നത്. ഇല്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. അല്ല, നമ്മളുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞാൽ കൊടുക്കുള്ളൂ. നമ്മൾ എന്തുണ്ടെങ്കിലും ജെനുവിൻ ആയിട്ട് പറഞ്ഞാൽ കൊടുക്കുള്ളൂ.
അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വീഡിയോ ചെയ്യാൻ പറ്റും. നമുക്കൊരു വിശ്വാസമുണ്ട് ഇവിടുത്തെ വണ്ടികൾ വിറ്റ് കഴിഞ്ഞാൽ പണി കിട്ടില്ല എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നേരിട്ട് വരിക, വണ്ടി എടുക്കുക, അടിപൊളി വണ്ടിയാണ്. പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.